രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ പരസ്യപ്രചാരണം അവസാന മണിക്കൂറിലേക്ക് എത്തുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് നഗരസഭയിൽ വീടുകൾ കയറിക്കൊണ്ടാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഈ ഒരു അവസാന വട്ടത്തെ ആഘോഷം എങ്ങനെയുണ്ട്? എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ? കിഷോറെ, അവസാനവട്ട പ്രചരണം അത് വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഒട്ടുക്ക് നിലനിൽക്കുന്നത്. വിവിധ മുന്നണികളുടെ നേതൃത്വത്തിൽ കൊട്ടിക്കലാശം എന്നത് വലിയ പരിപാടികളായിട്ട് എവിടെയുമില്ല. പക്ഷേ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പ്രചരണം നടത്തുന്നത്. ഏതായാലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം കേരളം തന്നെ, രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്നത് പാലക്കാട് നഗരസഭയിലെ ഭരണം തന്നെയാണ്. BJP 24 സീറ്റുകളോടുകൂടെ തന്നെ കഴിഞ്ഞ വർഷം അമൃത് പദ്ധതി ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുള്ള പാലക്കാട് നഗരസഭ, ആ നഗരസഭയിലെ ഭരണം ഇത്തവണയും BJP ആവർത്തിക്കുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടാകുമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന സാഹചര്യമാണ്. ഏതായാലും ഇപ്പോൾ ഞാനുള്ളത് കൊട്ടിക്കലാശത്തിൻ്റെ പരസ്യപ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ BJPയുടെ ജില്ലാ അധ്യക്ഷൻ, അദ്ദേഹം പാലക്കാട് നഗരസഭയിലെ ഒരു വാർഡിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെയർപേഴ്സണായിരുന്ന പ്രമീള ശശിധരൻ, അവരും നഗരസഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. അവരുടെ പരസ്യപ്രചാരണ വാഹനത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. റോഡ് ഷോ ആയിട്ടാണ് ഈ പരസ്യപ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകൾ BJP വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് BJP ഈ ഒരു പ്രചരണം നടത്തുന്നത്. ഏതായാലും നഗരസഭയിൽ BJP വളരെ ആവേശത്തിലാണ്. ജില്ലാ അധ്യക്ഷൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ്, എത്രത്തോളം പ്രതീക്ഷയും ആവേശമൊക്കെയാണ് BJP ക്യാമ്പുകളിൽ? ഇത്തവണ പാലക്കാട് നഗരസഭ വൻ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ച് ഭരണത്തിൽ വരും. കഴിഞ്ഞ 5 വർഷം പാലക്കാട് നഗരസഭയിൽ ശ്രീമതി പ്രമീള ശശിധരൻജിയുടെയും C കൃഷ്ണകുമാർജിയുടെയും നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ മുഴുവൻ ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കിയത് ഇത്തവണ ജനങ്ങൾ അതിന് നന്ദി പറയാനായിട്ട് ഉള്ള വോട്ടെടുപ്പായിരിക്കും. ഏറ്റവും കൂടുതൽ വികസനം നടന്ന 5 വർഷമാണ് ഇത്തവണ ഇവിടെ പാലക്കാട് നഗരസഭയിൽ നടന്നിട്ടുള്ളത്. 35 വർഷത്തിന് ശേഷം 5 വർഷം പൂർത്തീകരിച്ച ചെയർപേഴ്സണും വൈസ് ചെയർമാനുമാണ് ശ്രീമതി പ്രമീള ശശിധരനും വൈസ് ചെയർമാൻ C കൃഷ്ണകുമാറും. വലിയ രീതിയിലുള്ള ഒരു വിജയം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പാർട്ടി പ്രധാനമായും ഈ പ്രചരണത്തിന് മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? ഈ ഒരു അമൃത് പദ്ധതി, 220 കോടിയുടെ അമൃത് പദ്ധതി, അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികൾ പാലക്കാടിന് മാത്രം നൽകിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണോ പ്രചരണ വിഷയം? വികസനത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. 6000 കോടിയുടെ വികസന പദ്ധതികളാണ് പാലക്കാട് ജില്ലയിൽ നടപ്പാക്കിയിട്ടുള്ളത്. അത് 3000 കോടിയുടെ IIT, അതുപോലെ തന്നെ 600 കോടിയുടെ ഫുഡ് പാർക്ക്, 220 കോടിയുടെ അമൃത് പദ്ധതി, 200 കോടിയുടെ ഡിഫൻസ് പാർക്ക്, അങ്ങനെ ഏതാണ്ട് 6000 കോടി രൂപയുടെ പദ്ധതികളാണ് പാലക്കാട് ജില്ലയിൽ നടപ്പാക്കിയിട്ടുള്ളത്. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ജില്ലയിൽ ഒരു പദ്ധതി പോലും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ BJPയെ വലിയ രീതിയിൽ വിജയിപ്പിക്കും, ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നഗരസഭയിലെ ഭരണം എത്രത്തോളം? കഴിഞ്ഞ പ്രാവശ്യം 24 സീറ്റാണ്, ഇത്തവണ എത്ര സീറ്റിലാണ് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ? ഏതാണ്ട് കഴിഞ്ഞ തവണ 24 സീറ്റ് ന്യൂനപക്ഷമായിരുന്നെങ്കിലും 5 വർഷവും ഈ പറയുന്ന ഏറ്റവും നല്ല ഭരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയൊരു ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. 38 സീറ്റ് കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പാർട്ടി. അതിൽ 35 സീറ്റിലും വിജയിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഈ നഗരസഭയോടൊപ്പം തന്നെ അകത്തേത്തറ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം BJP ഒന്നാമതെത്തിയ നഗരസഭയാണ്, പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ മലമ്പുഴ പഞ്ചായത്ത്, വടവന്നൂര്, വാണിയംകുളം തുടങ്ങി ജില്ലയിൽ BJPക്ക് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് പഞ്ചായത്തുകളും നഗരസഭകളും ഇത്തവണ ഉണ്ട് അല്ലേ? പാലക്കാട് നഗരസഭ മാത്രമല്ല, ഒട്ടനവധി പഞ്ചായത്തുകൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അകത്തേത്തറ, മലമ്പുഴ, വടവന്നൂര്, മരുത റോഡ്, പുതുശ്ശേരി, പിന്നെ വാണിയംകുളം, ഷൊർണൂർ മുനിസിപ്പാലിറ്റി, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി, ഈ ജില്ലയിൽ ഉടനീളം നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള പാലക്കാട് ജില്ലയിലും